മാലാക സാഹിതം ഞങ്ങൾ വാഴ്ത്തും കാദീശ് പാടും പ്രണമിക്കും നാദാസ്തുതിതേ നിഖില ജഗർനിർമ്മാതാവേ പേർഷ്യൻ വിബുധന്മാരാദ്യജനുപഹാരങ്ങളുമായി വന്നുൾഭോഗി സംഭ്രമസഹിതം പ്രണമിച്ചുര ചെയ്തു നാദാസ്തുതിതേ നിഖില ജഗർനിർമ്മാതാവേ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, മാനവരാശിയുടെ രക്ഷയ്ക്കായി ഭൂമിയിൽ പിറന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ വരവേൽക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വിഭാഗമാണ് വിദ്വാൻമാർ. കുറെ കഷ്ടതകളുടെയും സഹനങ്ങളിലൂടെയുമാണ് അവർ യേശുക്രിസ്തുവിന്റെ അരികിൽ എത്തിച്ചേരുന്നത്. കാടും മലയും കുന്നുകളും കയറിയിറങ്ങി ദിനയാത്രകൾ യാത്ര ചെയ്തു യേശു എവിടെയാണ് ജനിച്ചിരിക്കുന്നതെന്നോ എത്ര ദൂരം യാത്ര ചെയ്യണമെന്നോ നിശ്ചയമില്ലാതെ തങ്ങളുടെ രക്ഷകനാണ് പിറന്നിരിക്കുന്ന ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ യാത്ര പുറപ്പെട്ടു. അതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലും കഷ്ടതകളും സഹനങ്ങളും കടന്നു വരാറുണ്ട്. യഥാർത്ഥത്തിൽ നാം അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളും കഷ്ടതകളുടെയും യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ അനുഭവിച്ച കഷ്ടതയ്ക്ക് നാം പങ്കുചേരുകയാണ്. വിദ്വാൻമാരനുഭവിച്ച കഷ്ടതകൾക്കൊടുവിൽ അവർക്ക് ലഭിച്ചത് യേശു എന്ന നിത്യസന്തോഷവും സമാധാനവുമാണ്. അതുപോലെ ദൈവം നമുക്ക് നൽകുന്ന സഹനങ്ങൾ അവനോട് ചേർത്ത് വെച്ച് ആ മുഖത്തേക്കൊന്ന് നോക്കിയാൽ തീർച്ചയായും നമുക്ക് ദൈവമഹത്വം ദർശിക്കാൻ കഴിയും. സങ്കീർത്തനങ്ങൾ 34:5-6 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: അവനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, അവൻ കേട്ടു. കഷ്ടതകൾ മാറിപ്പോയി. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് നല്ലവനും കഷ്ടകാലത്ത് സഹായമാകുന്നു. നാഹു 1:7.